ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ടോപ്പിക്കിൻ്റെ പേര് വർക്ക്, പവർ, എനർജി. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്സിൽ ഒരുപാട് ചാപ്റ്ററുകൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വരുന്ന ചാപ്റ്ററുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന 3 വാക്കുകൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വാക്കെന്ന് പറഞ്ഞിരിക്കുന്നത് വർക്ക് എന്ന് പറയുന്നൊരു ടേമാണ്. അപ്പോൾ എന്താണ് ഈ വർക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം വർക്ക് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി, ഒരു മെഷേർഡ് ക്വാണ്ടിറ്റിയാണ്. നമ്മളിപ്പം പല രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പലതരത്തിൽ വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം വർക്ക് എന്ന് പറയുമ്പം അൾട്ടിമേറ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ശരിക്കും അത് നമ്മൾ ചെയ്തില്ല എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പം ഈ ഫിസിക്സിൽ നമുക്ക് മെക്കാനിക്കലായിട്ട് ഈ വർക്കിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്: ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഒരു വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് കൊടുക്കുന്നൊരു എക്സ്പ്ലനേഷനാണ്. വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മെക്കാനിക്കൽ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ W is equal to എന്താണ്, ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് ഒരു മെക്കാനിക്കൽ കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് പറയാറുള്ളത്. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞാൽ അത് എന്തല്ല, അത് കംപ്ലീറ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കതൊരു, ഞാൻ പറഞ്ഞൊരു ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നമുക്ക് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അവിടെ മാത്രമേ നമുക്ക് ഈ രീതിയിൽ വർക്കിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫാൻ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? ആ ഫാന് നിങ്ങൾ എന്ത് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു, അത് കറങ്ങാൻ തുടങ്ങി, നിങ്ങൾക്ക് കാറ്റ് കിട്ടി. അങ്ങനെ പറഞ്ഞാൽ അത് അവിടുത്തെ കൺവേർഷൻ ഓഫ് എനർജിയാണ് ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. ഇവിടെ നമുക്കതിനെ ഫോഴ്സിൻ്റെയോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയോ പ്രോഡക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു രീതിയിലാണ് ആ വർക്ക് പറയേണ്ടി വരിക. അതുകൊണ്ട് അതൊരു ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുക. ചില സ്ഥലങ്ങളിൽ നമുക്കതിനെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വർക്ക് എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കണ്ടോ? അപ്പോൾ 2 വെക്ടറുകൾ ചേർന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കുമ്പം, നമ്മൾ വെക്ടർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അവിടെ എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്? ഡോട്ട് പ്രോഡക്റ്റാണ് എടുക്കേണ്ടത്, അഥവാ സ്കേലാർ പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം വർക്ക് ഈസ് എ സ്കേലാർ. ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു കൺസെപ്റ്റ് നമ്മൾ വെക്ടറിൽ പഠിച്ചിട്ടുണ്ട്. എയും ബിയും 2 വെക്ടറുകളാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിരിക്കുന്നത് എ ബി കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ എഫ് ഡോട്ട് എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത്, വർക്ക് എന്ന് പറയുന്നത്. ആ വർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എസ് കോസ് തീറ്റ എന്നും നമുക്ക് പറഞ്ഞെഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് എൻ ആക്ടിവിറ്റി. അതിൽ ഫോഴ്സിനെയും ഡിസ്പ്ലേസിനെയും പ്രോഡക്റ്റായിട്ട് പറയാൻ പറ്റുന്നിടത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് പറയാൻ സാധിക്കുള്ളൂ എന്നും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, വാട്ട് ഈസ് മീൻ ബൈ വർക്ക്? അപ്പം നിങ്ങളുടെ ഉത്തരം എന്താണ്? എ വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് വെൻ ഇറ്റ് ഡിസ്പ്ലേസസ് ദ ബോഡി ഇൻ വിച്ച് ഇറ്റ് ആക്ട്സ് അലോങ് എനി ഡയറക്ഷൻ എക്സെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞൊരു കാര്യം കേട്ടോ. ശരി, ഇനി വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 ടൈപ്പ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സും ഉണ്ട്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സും ഉണ്ട്. ഇതിൽ വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കേസ്, ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ബോഡിയെ ഒരു സർഫസിൽ
ഒരു ബോഡിയെ ഞാൻ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സർഫസിൽ നമുക്കൊരു കൺസിഡർ എടുക്കാം. ഇതാണ് നമ്മുടെ ഒരു സർഫസ്. ഈ സർഫസിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ബോഡിയെ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, so this is the body which I am placing over this surface. See, this is the body which I placed on the surface. Okay, and it is pushed. Okay, it is pushed to a distance, pushed to a point of some distance where it was in the beginning actually. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കണ്ടീഷനിൽ ഈ ബോഡിയെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പുഷ് ചെയ്തു. ഓക്കെ, ആ പുഷ് ചെയ്തിരിക്കുന്ന ബോഡി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സം ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, അവിടെ നിന്ന് മൂവ് ചെയ്തു. ആ മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. സോ ഇതിൻ്റെ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇതാണ്, മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എസ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ഈ കാണുന്നയാൾ ഈ കാണുന്ന ബോഡിയെ പുഷ് ചെയ്തു അല്ലേ. അതായത് ആ ബോഡിയുടെ മുകളിൽ എന്ത് ആക്ട് ചെയ്തു, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. ഓക്കെ, എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്തു. അതുകൊണ്ട് ആ ബോഡിക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് അതെന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ വർക്കായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ആദ്യം നിന്ന പോയിന്റിൽ നിന്ന് എത്ര ദൂരത്തോട്ട് മാറി എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഈ കാണുന്നയാൾ കൊടുക്കുന്ന ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്തു, അത് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, നമ്മളെങ്ങനെ എഴുതും, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എഴുതും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് വർക്കിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി ദെയർ ആർ സം സിറ്റുവേഷൻസ്. ഇപ്പം നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഫസ്റ്റ് വൺ വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഇതാണ് ആ സിറ്റുവേഷൻ, വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. കാരണം ഈ ഫോഴ്സ് ഇവിടുന്ന് അവിടെ വരെ ഒരേപോലെ എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന ലോജിക്കിലാണ് നമ്മൾ ഈ വർക്ക് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താവുകയാണ്, ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിലും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് നമ്മൾ ചെയ്യാൻ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ്. ആ ഗ്രാഫിനകത്ത് ഒരു കോമ്പോണൻറ്റ് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റും ഒരു കോമ്പോണൻറ്റ് ഞാൻ ഫോഴ്സുമാക്കി മാർക്ക് ചെയ്യും. സോ ദിസ് ഈസ് ഫോഴ്സ് കോമ്പോണൻറ്റ്. ഓക്കെ, ദിസ് ഈസ് യുവർ ഡിസ്പ്ലേസ്മെൻറ്റ് കോമ്പോണൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഇവിടുത്തെ ഫോഴ്സ് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഞാൻ ആ വേരിയബിൾ ഫോഴ്സിന് ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, അതായത് ഒരേ അളവിലല്ല ആ ഫോഴ്സ് കൂടുന്നത്, പല പല രീതിയിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ഫോഴ്സ് എന്തായിരുന്നു, കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഫോഴ്സ് എന്തായിരുന്നു, കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഈ രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് കേസിലാണ് നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടത്. ഈ കേസ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആകുമ്പം അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, ഫോഴ്സ് വേരിയബിൾ ആകുമ്പോൾ അത് ഇങ്ങനെയുണ്ടാവും. അപ്പോൾ ചോദ്യം, ഈ കേസിൽ നിങ്ങൾ എങ്ങനെ വർക്ക് കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഒരൊറ്റ എളുപ്പ വഴിയുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന ഓരോ ഘട്ടത്തിലുമുള്ള വർക്കുകൾ പ്രത്യേകം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അല്ലേ ഒരു ഫോഴ്സും ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാണുന്നുണ്ടല്ലോ നിങ്ങൾ അല്ലേ. അപ്പോൾ ആ ഫോഴ്സിനെ ഞാനിവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ F1 എന്ന് എഴുതും, ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ X1 എന്ന് എഴുതും. ഓക്കെ അതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇനിയും പോയിന്റ്സ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും ഈ കാണുന്ന മൊത്തം ലെങ്ത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ടോട്ടൽ ലെങ്ത്തിൽ നമ്മൾ അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പോയിന്റ് ഇതെടുത്താൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ കാണുന്നതാണ് ഫോഴ്സ് അല്ലേ, ഈ കാണുന്നതാണ് ഫോഴ്സ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് nth കോമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ആക്കാം, ഇത് XN ആക്കാം. കണ്ടോ.
അപ്പോൾ നമ്മൾ F1 ഒരു ഫോഴ്സാണ്, അതേ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കായി. ഇനി F2 ഒരു ഫോഴ്സ് ഉണ്ടാവും, അതേ വേറൊരു വർക്കായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര ഫോഴ്സുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫോഴ്സുകളായി ഡിവൈഡ് ചെയ്തു, അത്രയും ലെങ്ത്തുകളായിട്ടും ഡിവൈഡ് ചെയ്തു. അത് ഓരോന്നോരോന്നും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പം ഇവിടുത്തെ വർക്ക് ചോദിച്ചാൽ W ഇസ് ഈക്വൽ ടു F1 ഇൻറ്റു X1 പ്ലസ് F2 ഇൻറ്റു X2 പ്ലസ് എക്സെട്ര പ്ലസ് Fn ഇൻറ്റു എന്തെഴുതാം, Xn എന്ന് എഴുതിയാൽ മതിയല്ലോ, പോരെ. പക്ഷേ അവിടെയുള്ളൊരു വിഷയം എന്താ, ഇതിൻ്റെ ടൈം അല്ലേ. ഇപ്പം നമുക്കിതിനെ എത്ര ഫോഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫോഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണം, അത്രയും ലെങ്ത്തുകളും നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും ടൈം നമുക്ക് അവിടെ എന്ത് ചെയ്യും, സ്പെൻഡ് ആവും. ബട്ട് വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നത്. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ നമുക്കൊരു മറ്റൊരു രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n Fi xi. ഇങ്ങനെ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ x1 അല്ല xi ആണ് കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ നമ്മളെന്ത് മനസ്സിലാക്കുക, ഈ കാണുന്ന പ്ലസ് സൈൻ, ഇപ്പം നിങ്ങളിപ്പം തൊട്ട് മുമ്പത്തേൽ പ്ലസ് സൈൻ ഇട്ടല്ലോ, ഇവിടെയൊക്കെ പ്ലസ് അല്ലേ, ഒക്കെ പ്ലസ് അല്ല, ആ പ്ലസ് ആണ് ഈ സിഗ്മ. സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ സമ്മേഷൻ കേട്ടോ. സിഗ്മ എന്ന് പറയുന്നത് സം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത് സം ആണ് എഴുതിയിരിക്കുന്നത്. സം ഓഫ് Fi xi. Fi xi എന്ന് പറയുമ്പം ഐക്ക് 1 കൊടുത്താൽ F1 x1 ആവും, ഐക്ക് 2 കൊടുത്താൽ F2 x2 ആവും, ഐക്ക് 3 കൊടുത്താൽ F3 x3 ആവും. അങ്ങനെ വരുമ്പം 1 to n കൊടുക്കുമ്പോൾ നമുക്ക് മേലെയുള്ള ഇക്വേഷൻസ് ഇങ്ങനെ ഓരോന്ന് കിട്ടി ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ മേലെ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് താഴെ എഴുതിയിരിക്കുന്ന I ഇസ് ഈക്വൽ ടു 1n Fi xi എന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി ഇത് കാൽക്കുലസിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങളോട് ഇനിയിപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ കാണുന്നതെല്ലാം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ കിട്ടാൻ പോണത് എന്താണ്, ഈ കാണുന്ന രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഒരു ഏരിയ ആണ് കിട്ടാൻ പോണത്. ഇപ്പം ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്താണ്, ഈ കാണുന്ന ലൈനിൻ്റെ താഴെ കിടക്കുന്ന ഏരിയ ആണ് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടാൻ പോണത്, വർക്കായിട്ട് കിട്ടാൻ പോണത്. അപ്പം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ അത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ലെങ്ത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടും ഹൈറ്റ് നമുക്ക് എന്താണ് ഫോഴ്സ് ആക്കി എടുക്കുക, ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു പ്രോപ്പർ ഫിഗർ അല്ല, കാരണം ഈ ഒരു കർവാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു പ്രോപ്പർ ജോമെട്രി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അതിനെ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലസിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഇങ്ങനെ എഴുതാം. ഈ പോയിൻ്റ് x1 ആണ്, ഈ പോയിൻ്റ് xn ആണെങ്കിൽ അതിന് നമുക്കിങ്ങനെ എഴുതാം F ഇൻറ്റു dx. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഈ dx എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു കൊച്ചു റീജിയനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ നമ്മളൊരു എന്താണ് കുഞ്ഞു റെക്റ്റാങ്കിളായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. ഇതേപോലത്തെ കുഞ്ഞു റെക്റ്റാങ്കിൾസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്താണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, dx ആയിട്ട് കണക്കാക്കുന്നത്. സോ ദിസ് വിഡ്ത്ത് ഈസ് dx. ഓക്കെ, അപ്പോൾ F ഇൻറ്റു dx, ആ ഒരു കുഞ്ഞു റെക്റ്റാങ്കിൾ, അങ്ങനത്തെ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയകൾ എടുക്കുക, ആഡ് ചെയ്യുക എന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്യും. ഒരു റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് dx ആണ്, അവിടുത്തെ ഫോഴ്സ് F ആണെങ്കിൽ ഇതിൽ dx ഈ കാണുന്ന മൊത്തം ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ ഒരേ വിഡ്ത്തുള്ള കുറേ റെക്റ്റാങ്കിൾസ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. ഇതേപോലെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും, ഇതേപോലെ നമ്മൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ കാണുന്ന റീജിയനിലെല്ലാം നമുക്ക് എന്തുണ്ടാവും, ഒരേ വിഡ്ത്തുള്ള റെക്റ്റാങ്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയകൾ ആണ് ആഡ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ കാൽക്കുലസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഇൻ്റഗ്രൽ x1 to xn f dx എന്ന് കൊടുക്കും. അപ്പോൾ ഈ എഴുതിയതൊക്കെ ഒരു സിംഗിൾ കോട്ടാണ്. W ഇസ് ഈക്വൽ ടു, ഞാനിവിടെ എഴുതാം, W ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, സിഗ്മ I is equal to 1 to n Fi xi എന്ന് കൊടുക്കാം നമുക്ക്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 to xn എന്ത് കൊടുക്കാം, f dx എന്ന് കൊടുക്കാം. ഓക്കെ,
ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ വർക്ക് ഡൺ ബൈ എന്ത് പറയാനാണ്, വേരിയബിൾ ഫോഴ്സ് പറയാനാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് പറയുമ്പോൾ നമ്മൾ W എന്താണ് F×S എന്ന് അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, എന്നാൽ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് പറയുമ്പം ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക. അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്, ഈ ഗ്രാഫാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് വർക്ക് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ ഏരിയ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ റെക്റ്റാങ്കുലാർ ഷേപ്പ് കാണുവാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നിങ്ങൾ ലെങ്ത് ആയിട്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയും ബ്രെഡ്ത്ത് ആയിട്ട് മറ്റൊരു ക്വാണ്ടിറ്റിയും പരിഗണിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട, നേരെ അങ്ങ് ചെയ്തു പോവുക. ഇനി ഇങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ഇത് ഇൻ്റഗ്രൽ x1 to x2 f(dx) എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അതൊരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് ടു സോൾവ് ക്വസ്റ്റ്യൻസ്. എസ്പെഷ്യലി ഇൻ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ഈ കാൽക്കുലസ് ഉപയോഗിക്കുന്നത്. ഫിസിക്സിൻ്റെ ലാംഗ്വേജ് തന്നെ കാൽക്കുലസ് ആണ്. നിങ്ങൾ 1 ഡയമെൻഷൻ എന്ന ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ട് പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇൻ്റഗ്രേഷനും പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഇൻ്റഗ്രേഷനാണ് ഈ സിമ്പിൾ. ഈ കാണുന്ന സിമ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ലാംഗ്വേജിൽ നമ്മൾ ആഡ് ചെയ്യാന്ന് പറയാം. ആഡ് എന്ന് പറയുമ്പോൾ സമ്മേഷൻ സിഗ്മ കേട്ടോ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സിമ്പല് നമ്മൾ കൊടുത്തെന്ന് കരുതിയിട്ട് അതിൻ്റെ ആശയങ്ങൾക്കൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഈ ഒരു രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പം അതിന് സം റൂൾസ് ഒക്കെ ഉണ്ടാകും. ആ റൂൾസാണ് ഞാൻ പറഞ്ഞ ഇൻറ്റഗ്രേറ്റിംഗ് റൂൾസ്. അത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ സം ഓഫ് ദി കേസസ് നമുക്കിവിടെ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ അത്യാവശ്യം വേണ്ട ആ ഇൻറ്റഗ്രേഷൻ നമ്മൾ പറയും. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഉണ്ട്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഉണ്ട്. 2 കേസുകളുള്ളത്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. വർക്ക് ഡൺ ബൈ എന്താണ്, കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഫോഴ്സാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സാണ്, കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഏത് ഫോഴ്സാണ്, ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്കിതൊരു വേരിയബിൾ ഫോഴ്സ് ആണ്. കാരണം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് അല്ല, അത് പല പല വാല്യൂസ് ഉണ്ട്. ഇവിടെ എഫ് എന്താണ്, ഫിക്സ്ഡ് ആണ് അല്ലേ. ഇവിടെ എഫ് വാല്യൂ ഫിക്സ്ഡ് ആണ്, ഇവിടെ എഫ് വാല്യൂ ഫിക്സ്ഡ് അല്ല. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഇതൊരു വേരിയേഷൻസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തതിലേക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനുപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഈസ് എന്താണ്, F.S = F(s)cos θ. ഓക്കെ, ഇനി വർക്ക് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റുകൾ, അതിലൊരു യൂണിറ്റ് എന്താണ്, ഇതാണ് SI യൂണിറ്റ് ആണ്, ജൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ CGS യൂണിറ്റ് ആണ് എന്ത്, എർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജൂളും ഒരു എർഗും ഒരു ജൂളും, അല്ലെങ്കിൽ ഒരു ജൂൾ എത്ര എർഗാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺവേർട്ട് 1 എന്താണ് ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ, കൺവേർട്ട് 1 ജൂൾ ഇൻറ്റു എർഗ് എന്ന് പറയുന്നത് നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കേട്ട ഒരു പരിചയം വെച്ചിട്ട് മനസ്സിലാക്കുക എന്താണ്, ജൂളിൻ്റെ CGS പേരാണ് എന്ത്, എർഗ് കേട്ടോ. ഇനി ഒരു ജൂൾ ഇത്ര എർഗാണെങ്കിൽ ഒരു എർഗ് എത്രയുണ്ട് ചോദിക്കും, അതിന് റെസിപ്രോക്കേറ്റ് ഇത് പറഞ്ഞാൽ മാത്രം മതി, 10⁻⁻⁷ എർഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മറ്റൊരു യൂണിറ്റാണ് എന്ത്, ഇലക്ട്രോൺ വോൾട്ട്. EV എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാമെന്നേ ഉള്ളൂ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. കാരണം ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ഒരു എന്താണ്, ജൂൾസ് ആണ്. എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾസ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അതുപോലെ തന്നെ MEV, മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. MEV എന്ന് പറയുമ്പം അല്ലേ, ഒരു EV എന്ന് പറയുമ്പോൾ 1.6 × 10⁻⁻19 ജൂളാണ്. അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് MEV. അപ്പോൾ ഒരു MEV എന്ന് പറയുമ്പോൾ 1.6 × 10⁻⁻ എത്ര കിട്ടും, -13 എന്ന് കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്, ഈ കാണുന്ന വർക്കിൻ്റെ യൂണിറ്റുകൾ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ കാണുന്ന പോലെ എനർജി പറയാനും നമ്മൾ ഈ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് വർക്കിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ജൂളാണ്. അവിടെ പല യൂണിറ്റുകൾ അറിയാം എന്നതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പല എന്താണ് യൂണിറ്റുകൾ എഴുതാൻ ശ്രമിക്കരുത്. SI യൂണിറ്റ് ഓഫ് വർക്ക് എപ്പോഴും എത്രയാണ്, ജൂൾ തന്നെയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് യൂണിറ്റ് മീറ്റർ ആണ്.
അപ്പം വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? ജൂൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ കേട്ടോ. ഇനി ഈ കാണുന്ന ന്യൂട്ടണിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു എന്താണ്? എം ആണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ വരാൻ പോണത് എന്താണ്? അതിൻ്റെ ആൻസർ വരാൻ പോണത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 കണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റും. അതും എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള വേ ഓഫ് എക്സ്പ്രസിങ് ദി യൂണിറ്റ് ഓഫ് വർക്ക് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. കാരണം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂട്ടൺ ഒരു മീറ്റർ എത്രയാണ്? ഒരു ജൂളാണ്. 1 കിലോഗ്രാം മീറ്റർ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ ആണ്. അതും എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം. ഇനി വർക്ക് മെഷർ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു ആംഗിളാണ്. സിൻസ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് Fs cos theta ഉണ്ടോ? F ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Fs cos theta അല്ലേ മക്കളെ? അപ്പം അവിടെ തീറ്റയുടെ വാല്യൂ ഇപ്പം cos theta എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ആ cos theta വാല്യൂ 1 ആണെങ്കിൽ അത് Fs ആയിരിക്കും, 0 ആണെങ്കിൽ അത് 0 ആയി പോകും അല്ലേ? -1 ആണെങ്കിൽ -1 ആവും. അപ്പോൾ ചുരുക്കി പറയാം, cos theta വാല്യൂ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ലൈനിലാകുമ്പം തീറ്റ 0 ആയിരിക്കും എന്ന് പറയും നമ്മൾ. അപ്പോൾ അത് പോസിറ്റീവ് വർക്കായിട്ട് കണക്കാക്കും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഒന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കാം. വർക്കിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പം നമ്മൾ കാണാൻ പോകുന്ന 3 ടൈപ്പ് വർക്കുകളാണിത്. എന്തൊക്കെയാണ്? 0 വർക്കുണ്ട്, പോസിറ്റീവ് വർക്കുണ്ട്, നെഗറ്റീവ് വർക്കുണ്ട്. അപ്പോൾ എന്താ ഇതിൽ 0 വർക്ക് പോസിറ്റീവ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ W = എന്തെഴുതി? Fs എന്ന് എഴുതി. ഓക്കെ, W = F ഡോട്ട് എസ് എന്ന് എഴുതിയാൽ ഈ F ഡോട്ട് എസ് തന്നെയല്ലേ മക്കളെ Fs cos theta എന്ന് നിങ്ങൾ പറയുന്നത് അല്ലേ? അപ്പോൾ cos theta വാല്യൂ 1 ആയാൽ W = എത്ര ഉണ്ടാവും? F × S എന്നുണ്ടാവും. ഉറപ്പല്ലേ? ഇനി cos theta വാല്യൂ 0 ആയാൽ W എത്രയായി മാറി? 0 ആയിട്ട് മാറി. ഇനി cos theta വാല്യൂ -1 ആണെങ്കിൽ W = നമുക്ക് എത്ര കിട്ടും? -Fs എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വർക്ക്? പോസിറ്റീവ് വർക്ക്, 0 വർക്ക്, നെഗറ്റീവ് വർക്ക്. കണ്ടോ? ഇനി കുട്ടി ആലോചിക്കേണ്ടത് cos theta -1 ആവണമെങ്കിൽ തീറ്റ എത്രയാകണം എന്ന് ആലോചിച്ച് നോക്കുക. തീറ്റ എത്ര ഡിഗ്രി ആകണം? 180 ഡിഗ്രി ആവണം cos theta -1 ആവണമെങ്കിൽ. അപ്പോൾ cos 180 -1 ആണ്. അതുപോലെ തന്നെ തീറ്റ cos theta 0 ആവണമെങ്കിൽ തീറ്റ എത്ര ഡിഗ്രി ആവണം? 90 ഡിഗ്രി ആവണം. തീറ്റ 1 ആവണമെങ്കിൽ cos theta 1 ആവണമെങ്കിൽ തീറ്റ എത്ര ഡിഗ്രി ആവണം? 0 ഡിഗ്രി ആവണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തീറ്റ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? പാരലലാണ്. മനസ്സിലായല്ലോ? തീറ്റ = 90 ഡിഗ്രി ആകുമ്പം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലറാണ്. തീറ്റ 180 ഡിഗ്രി ആകുമ്പം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫോഴ്സും ഇവരും എന്താണ്? ആൻറ്റി പാരലലാണ്. ഓക്കെ, ആൻറ്റി പാരലാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ആൻറ്റി പാരലാണ്. ഇവിടെ എങ്ങനെയാണ്? ഇത് രണ്ടും ഒരു ഭാഗത്തേക്ക്. ഫോഴ്സ് ഈസ് പാരലൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തീറ്റ 0 ആകുമ്പോൾ. അങ്ങനെ വരുമ്പം ഇതെന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്കാണ്. ഇതെന്ത് വർക്കാണ്? 0 വർക്കാണ്. ഇതെന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്കാണ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് 3 ടൈപ്പ് വർക്കാണ് ഉണ്ടാവുക. പോസിറ്റീവ് വർക്ക് ഉണ്ടാവും, നെഗറ്റീവ് വർക്ക് ഉണ്ടാവും, 0 വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നതിൻ്റെ നിയമം എന്താ?
ഈ കാണുന്ന കൺസെപ്റ്റിനകത്ത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പാരലൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് താഴെ ആകുമ്പോഴേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി 90 ഡിഗ്രി ആംഗിൾ ആയി കഴിഞ്ഞാൽ അത് സീറോ വർക്കായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ സംഭവിച്ചു, അങ്ങോട്ട് തള്ളി ബോഡി ഇങ്ങോട്ട് പോയി. ലോജിക്കലി വർക്ക് ഉണ്ടാകാം, അത് നമ്മളിവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിയറിറ്റിക്കലി പറയുമ്പം ഈ കാണുന്ന ഇക്വേഷൻ തന്നെ പറയണം, ഇതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ തന്നെ പറയണം. അതുകൊണ്ട് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയായെന്ന് പറയുമ്പം ആ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ വർക്ക് എത്രയാണ്, അവിടെ സീറോ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ലോജിക്കൽ സൈഡല്ല, തിയറിറ്റിക്കൽ സൈഡാണ്, മറക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം നിങ്ങളുടെ ലോജിക്കൽ സൈഡിൽ നിന്ന് മറുപടി പറയാൻ ശ്രമിക്കരുത്, എപ്പോഴും തിയറിറ്റിക്കൽ സൈഡിൽ നിന്ന് തന്നെ മറുപടി പറയാൻ ശ്രമിക്കുക. അപ്പോഴേ ആ ഉത്തരം കറക്റ്റ് ആവത്തുള്ളൂ. കാര്യം നമുക്ക് വർക്കായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ തലയിലൊരു സാധനം കയറ്റി വെച്ചിട്ട് അരമണിക്കൂർ നേരം നമ്മുടെ വെയിറ്റ് ചെയ്തു. ഒരു ബസ്സിനെയോ ട്രെയിനിനെയോ എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ തലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചുമട് വെച്ചിട്ടുണ്ട്, സംതിങ് വെയിറ്റ് നമ്മുടെ തലയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ലോഡ് തലയിൽ വെച്ച് നിൽക്കുക എന്ന് പറയുന്നൊരു വർക്ക് തന്നെയാണ് ലോജിക്കലി, അല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വർക്ക് തന്നെയാണ്. പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്, ബോഡി തലയിൽ വെച്ചിട്ടുണ്ട്, അരമണിക്കൂർ തന്നെ അയാളുടെ നിന്നു. അപ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. കാരണം ആ ലോഡ് തലയിൽ തന്നെയല്ലേ, മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ ഇവിടെ എത്ര ആയിപ്പോവും, സീറോ പോയി. അപ്പം വർക്ക് എത്ര ആയിപ്പോയി, സീറോ ആയിപ്പോയി. അതുകൊണ്ട് ലോജിക്കൽ സൈഡിൽ നിന്ന് വർക്കാവുന്ന ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊരിക്കലും തിയറിറ്റിക്കൽ സൈഡിൽ നിന്ന് വർക്കാവണം നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും എന്തിനാണ് പറയേണ്ടത്, തിയറിറ്റിക്കൽ സൈഡിൽ നിന്നാണ് ആ വർക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ട് 3 ടൈപ്പ് വർക്കുണ്ട്, ആ 3 ടൈപ്പ് വർക്കുകളും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് നമ്മളത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് ഡി എക്സ് കോസ് തീറ്റയാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ദോണ്ട് കിടക്കുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു, കണ്ടല്ലോ. അപ്പോൾ അത് എവിടെ മുതൽ എവിടെ വരെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, x1 മുതൽ x2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ലെങ്ത്ത് ഈ ഒരു പോർഷനാണ് നമ്മൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. അപ്പം കണ്ടീഷൻ ഇതാണ്, വർക്ക് ഡൺ ബൈ എന്താണ്, വേരിയബിൾ ഫോഴ്സിൻ്റെ കണ്ടീഷൻ ഇത്രയേ വരത്തുള്ളൂ. ഇതാ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൻ്റെ ഈ കാണുന്ന ലൈനിൻ്റെ താഴെ കിടപ്പുള്ള ഏരിയ കണ്ടുപിടിക്കുക. അത് ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെയും അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോന്നും ഓരോരോ ഹൈറ്റാണ്, ഒക്കെ ഒരേ ഹൈറ്റ് അല്ല, ഒരേ വിഡ്ത്താണ്, പക്ഷെ ഒക്കെ ഒരേ ഹൈറ്റ് അല്ല. അതുകൊണ്ട് ഇതിന് ഓരോരോ ബോക്സിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുക, ഇൻ്റഗ്രൽ, കണ്ടല്ലോ. ഓക്കെ, എഫ് ഡി എക്സ് കോസ് തീറ്റ കൊടുത്തേക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് അവിടുത്തെ വർക്കായിട്ട് കണക്കാക്കാൻ പറ്റുക ഇൻ കേസ് ഓഫ് വേരിയബിൾ ഫോഴ്സ് കേട്ടോ. അപ്പോൾ ഇത് NCERT ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും കൂടിയാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് ആ ഇൻറ്റഗ്രേഷനും കൺസെപ്റ്റും ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് പറഞ്ഞുതരാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് വർക്കിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഓക്കെ.